ഹലോ. അപ്പോൾ SSC GD എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ ഇത് രണ്ടും എങ്ങനെ അപ്ലോഡ് ചെയ്യണോ, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം, അപ്ലോഡ് ചെയ്തിട്ടും അത് ശരിയാണോ, അത് റിജക്റ്റ് ആവുമോ എന്നൊക്കെ സംശയങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. പല ആളുകളും ചോദിക്കാറുണ്ട് എന്താണ് ചെയ്യേണ്ടത്, ഇതിൽ എന്താണ് പ്രശ്നം, ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ. കുറേ ആളുകൾ ഫോട്ടോ തന്നെ അയച്ചു തരാറുണ്ട്, ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു കേസിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങളെ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഫോട്ടോ റിജക്റ്റ് ആവുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. കണ്ടതിന് ശേഷം ഇതിൽ ടെൻഷൻ അടിക്കേണ്ടതായിട്ടൊന്നുമില്ല. അതായത് തന്നെ പറയട്ടെ, നിങ്ങളെ ഫോട്ടോ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ്. എന്നാൽ പോലും ഒരു ഭാവിയിൽ അഥവാ റിജക്റ്റ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളാം. അതിൽ ആദ്യം തന്നെ നമുക്ക് ഫോട്ടോ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ സിഗ്നേച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം അഥവാ റിജക്റ്റ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടി പറയാം. അതുപോലെ നിങ്ങൾ SSC GD പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനുവരി മാസം, ഒരു 5 മാസം, ഒരു 6 മാസം കഴിയുമ്പോഴേക്കും വരാൻ പോകുന്ന എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പിന്നിൽ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കൂടെ ഞാനൊന്ന് എഴുതിത്തരാം. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെ കണ്ടന്റിലേക്ക് പോവാം. ഓക്കെ, നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 8077536676. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 350 hours പ്ലസ് ക്ലാസ്സസ്, അതുപോലെ തന്നെ മെൻറ്റർ സപ്പോർട്ട്, മോക്ക് ടെസ്റ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഈ വരാൻ പോകുന്ന എക്സാം വരെയുള്ള സമയത്ത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് നമ്മളെ കണ്ടന്റിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഫീസ് നിങ്ങൾക്ക് പലർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഫീസാണ് 2999 എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 ദിവസത്തേക്ക് വരാൻ പോകുന്ന 30-ാം തീയതി വരെയുള്ള സമയത്ത് അതുൽ 500 എന്ന് പറഞ്ഞൊരു കോഡ്, എൻ്റെ പേരുള്ള ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആ ഒരു എമൗണ്ട് ഡിസ്കൗണ്ടഡ് ആയിട്ട് കിട്ടും. അപ്പോൾ നേരത്തെ തുടങ്ങുന്ന ആളുകൾക്കുള്ള ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ മാത്രം ചെയ്യുന്നതാണ്. അതുകൊണ്ട് 30-ാം തീയതി വരെ ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോഴ്സ് എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫോട്ടോനെ പറ്റി പറഞ്ഞുതരാം. ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ, ആ ഫോട്ടോയിൽ അത് റിജക്റ്റ് ആകുമോ എന്നുള്ള സംശയമുണ്ട്, അത് കണ്ടിട്ട് അങ്ങനെ ക്ലാരിറ്റി തോന്നുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഇതാ ഏറ്റവും നല്ലൊരു ഫോട്ടോ, റിജക്റ്റ് ആവാത്ത ഒരു ഫോട്ടോ. അതായത് SSC പറയാണ് ഈ ഒരു ഫോട്ടോ ആണ് അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റാണ് ഏറ്റവും നല്ലത്. ആ ഫോർമാറ്റിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കണം. ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടോ, ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്, അവിടെ വേറെ ഒന്നുമില്ല, ഒരു ചേഞ്ചസും ഇല്ല, ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്. ആ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ഒരു ലൈറ്റ് കളറുള്ള പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. അതുപോലെ തന്നെ അയാളുടെ ഒരു ഷോൾഡർ മുതൽ മുകളിലേക്കുള്ള ഫോട്ടോയിലേക്ക് അങ്ങനെ നോക്കുന്ന, ഒരു കണ്ണാടിയൊന്നും വെക്കാതെ, ഹാറ്റ് ഒന്നും വെക്കാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ. ഇതാണ് ഗുഡ് ഫോർ അപ്രൂവ് ചെയ്യപ്പെടുന്ന ഒരു ഫോട്ടോന്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡലിൽ വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ. നമ്മൾ മിക്ക ആളുകളും ഫോണിൽ സെൽഫി ആയിട്ടായിരിക്കും ഫോട്ടോ എടുക്കുന്നുണ്ടാവുക. ഇയാളും ഫോണിൽ സെൽഫി എടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കൈ ഷോൾഡർ കുറച്ച് പൊന്തി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും പ്രശ്നമൊന്നുമല്ല, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മനസ്സിലായാൽ മതി. കറക്റ്റ് നമ്മളെ ആ ഐ ലെവലിൽ നമ്മളെ ഫോട്ടോ എടുക്കുന്ന ആ ഒരു ക്യാമറ ഉണ്ടാവണം. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അത്യാവശ്യം പ്ലെയിൻ ആയിരിക്കണം, പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നിങ്ങൾ ഫോട്ടോ കഴിഞ്ഞിട്ട് ഇതിൽ റിജക്റ്റഡ് ആവാൻ സാധ്യതയുള്ള ഫോട്ടോസിനെ പറ്റി കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കണം. ഇതാ ഇങ്ങനെ താഴെ നിന്ന് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സാധനങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്തല്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോ അല്ല. പിന്നെ നിങ്ങൾ ഡയറക്റ്റ് ഐ കോൺടാക്ട് ക്യാമറയിലേക്ക് കൊടുക്കുന്നില്ല, സൈഡിലേക്കാണ് നോക്കുന്നത്, അത് അക്സെപ്റ്റ് ചെയ്യപ്പെടില്ല. പിന്നെ ബ്ലറാണ് അല്ലെങ്കിൽ കളറില്ല, ഇരുട്ടിലാണ് എടുത്തിരിക്കുന്നതെന്നെങ്കിലും പ്രശ്നമാണ്. നിങ്ങളെല്ലാം വെളിച്ചമുള്ള സ്ഥലത്ത് പോയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കണ്ണട വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ സൈഡിൽ നമ്മൾ ഒരു കൈ കൊണ്ട് സെൽഫി എടുക്കുന്ന പോലെ എടുക്കാനും പാടില്ല. ഇതാണ് റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് അവർ പറയുന്ന കുറേ സാമ്പിൾസ്. ഇത് നമ്മളെ നോട്ടിഫിക്കേഷനിൽ തന്നെയുള്ള സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അഥവാ ചില സമയത്ത് നിങ്ങൾ ഇതിലേതെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ടാവാം, അങ്ങനെ ആകുമ്പോൾ അത് റിജക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അതല്ല, നിങ്ങൾ ഏതാണ്ട് ഇതുപോലെയാണ്, പെർഫെക്റ്റ് പക്ക പെർഫെക്റ്റ് അങ്ങനെ ഒരു സാധനം ഇല്ല, ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, വലിയ ക്ലാരിറ്റി കുഴപ്പമില്ല, അത്യാവശ്യം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നോക്കിയിട്ടുള്ളത്, നിങ്ങൾ ഒരു സൈഡിലേക്കല്ല നിൽക്കുന്നത്, കറക്റ്റ് ഐ കോണ്ടാക്ട് ഉണ്ട് എന്നൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അപ്രൂവ് ചെയ്യപ്പെടും. ഇനി അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ സിഗ്നേച്ചറും കൂടെ നിങ്ങളൊന്ന് നോക്കണം. സിഗ്നേച്ചറിലാണ് ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നമുള്ളത്. ഈ ഒരു സിഗ്നേച്ചർ അപ്രൂവ് ചെയ്യപ്പെടും. അതായത് ഈ സിഗ്നേച്ചർ നിങ്ങളുണ്ടോ, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇതേ ആ സിഗ്നേച്ചറിന്റെ കറക്റ്റ് ബോർഡറിലായിട്ട് തന്നെയാണ് ഈ ഒരു ഫോട്ടോ കട്ടായിട്ടുള്ളത് അല്ലേ. സിഗ്നേച്ചറിന് കുറേ സ്പേസ് വെറുതെ കിടക്കുന്നുണ്ടോ? ഇല്ല, സിഗ്നേച്ചറിന് ആ ഫോട്ടോന്റെ അത്ര തന്നെ വലുപ്പമുണ്ട്. ഇതാണ് ഈ സിഗ്നേച്ചർ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സിഗ്നേച്ചറിന്റെ പ്രത്യേകത, അവിടെ ഫില്ലായിട്ട് നിൽക്കും. ഇനി അക്സെപ്റ്റ് ചെയ്യപ്പെടാത്ത സിഗ്നേച്ചേഴ്സ് നിങ്ങൾ നോക്കിക്കോ, ചെരിച്ച്, അതായത് സിഗ്നേച്ചർ ഇങ്ങനെയാണ് പക്ഷെ ഈ ഒരു ഫോർമാറ്റിലാണ് വരേണ്ടത്, പക്ഷെ ഇങ്ങനെയാണ് സിഗ്നേച്ചർ ഉള്ളത്. പിന്നെ അതുപോലെ ഒരു മൂലയിലേക്ക് സിഗ്നേച്ചർ വരുന്നത്, ഒരുപാട് സ്പേസ് വെറുതെ കിടക്കുന്നത്, അതുപോലെ ഈ ഫില്ലാവാതെ സൈഡിലൊക്കെ ഡാർക്ക് ആയിട്ട് കിടക്കുന്നത്. അതായത് ഫോട്ടോ ഈ ഒരു സൈസ് മാത്രമുണ്ട്,
മൊത്തം സൈസും ഫോട്ടോ അല്ല, ബാക്കി സൈഡിലൊക്കെ അത് ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ വളരെ ചെറുതായിട്ട് ക്ലിയർ അല്ലാണ്ട് കിടക്കുന്നതൊക്കെ, ഇതൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഭയങ്കര ചെറുതായിട്ട് ഓരോ മൂലയിൽ കിടക്കുന്നതൊക്കെ എന്താണ്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇത് കറക്റ്റ് നടുക്കുള്ളത്, പക്ഷെ എന്നാലും ഭയങ്കര ചെറുതാണ്. അതൊന്ന് വലുതാവണം. കറക്റ്റ് ഈ ഒരു ഫോട്ടോ, ഈ ഒരു റേഷ്യോ ഏതാണോ ആ റേഷ്യോയ്ക്ക് പറ്റുന്ന രീതിയിൽ വലിയൊരു രീതിയിൽ ഒപ്പ് അവിടെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ഒപ്പിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ നിറഞ്ഞു നിൽക്കണം നിങ്ങളുടെ ഒപ്പ്. അതാണ് കൺസെപ്റ്റ് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, ഇതാ ഈ ഒരു ഐഡിയ നോക്കിയാൽ മതി. ഏതാണ്ട് ഇതുപോലെ നിങ്ങളെ സിഗ്നേച്ചർ ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കറക്റ്റ് ആയിരിക്കും. ആ ഒരു റേഷ്യോ കൂടെ കീപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ ഒരു റേഷ്യോ പറയും. നിങ്ങൾക്ക് ആ റേഷ്യോ ചെയ്യാൻ പറ്റുന്നില്ല, റേഷ്യോയിൽ അപ്ലോഡ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രോമിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കുക റേഷ്യോ മാറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. ആ ഏതാണോ നമ്മുടെ SSC പറയുന്ന റേഷ്യോ, ആ റേഷ്യോയിൽ കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും കൂടെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ആളുകളുണ്ടാവും. അപ്ലൈ ചെയ്ത കഴിഞ്ഞ ആളുകൾ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. മിക്കവാറും അവർ അക്സെപ്റ്റ് ചെയ്യാറില്ല. ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ട്, എടുത്ത ഫോട്ടോ ക്ലിയർ അല്ല എന്നൊക്കെ ആണെങ്കിൽ SSC തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറയും നിങ്ങളിത് ചെയ്യരുത്, ഇതല്ല, ഒന്നുകൂടെ റീടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഇനി അതല്ല, ചിലപ്പോൾ അവർ ഓക്കെ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. കഴിഞ്ഞ തവണ എക്സാം നടന്ന സമയത്ത്, കഴിഞ്ഞ തവണ SSC GD അല്ല, SSCന്റെ മറ്റൊരു എക്സാം നടന്ന സമയത്ത് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്നു. അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോയിൽ പ്രശ്നമുണ്ട്, ഒരുപാട് ആളുകളുടെ സിഗ്നേച്ചറിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അവരുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ എഴുതി കാണിച്ചു നിങ്ങളുടെ ഫോട്ടോയ്ക്കും സിഗ്നേച്ചറിനും പ്രശ്നമുണ്ട്, അതുകൊണ്ട് അതൊന്നും കൂടെ എഡിറ്റ് ചെയ്യണം. ഒരുപാട് ആളുകൾക്ക് മെയിൽ വന്നു നിങ്ങളുടെ ഫോട്ടോയ്ക്കും സിഗ്നേച്ചറിനും പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങൾക്ക് ഇത് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ പരിഗണിച്ച് വൃത്തിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ കണ്ട് ഏതാണ് ആ സാമ്പിൾ എന്ന് മനസ്സിലാക്കി അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തു പോയി, എങ്ങനെയാണെങ്കിലോ നിങ്ങൾ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങളത് ഒട്ടും ശരിയായിട്ടില്ല, അപ്പോൾ അപ്ലിക്കേഷൻ ഡേറ്റ് കഴിയുമ്പോൾ അപ്പം തന്നെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സൈൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അപ്ലിക്കേഷൻ ഡേറ്റ് ഇപ്പോൾ കഴിയും, അത് കഴിഞ്ഞാൽ ഉടനെ 2 ദിവസത്തിനുള്ളിൽ എഡിറ്റിംഗ് വിൻഡോ ഓപ്പൺ ആവും, അതിൽ നിങ്ങൾ ഇത് പോയിട്ട് എഡിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ അത് വിട്ടേക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെയാണ് നിങ്ങൾ രണ്ടും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, പ്രശ്നമൊന്നുമില്ല എന്നാണെങ്കിൽ വിട്ടേക്കുക. അഥവാ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കഴിഞ്ഞ തവണ അവർ ചെയ്ത പോലെ തന്നെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുന്ന സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ, ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പ്രശ്നം വരികയാണെങ്കിൽ അവർ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും തരും. അപ്പോൾ നോർമലി ഇങ്ങനൊരു സൈനും അതുപോലെ ഇങ്ങനൊരു ഫോട്ടോവുമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു ലെവൽ, ഈ ഒരു ചെസ്റ്റിന് മുകളിലേക്കുള്ള ഒരു ലെവലിൽ നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. റെഡി? ഇത്രയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ളത്. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം, അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഇരിക്കരുത്. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കോഴ്സൊക്കെ എടുത്ത് പഠിക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ ദിശ ആർമി എക്സാം എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനൽ നമ്മൾ ഓൾറെഡി SSC GDന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എടുത്ത് കണ്ടു നോക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ക്ലാസ്സസ് കാണുക, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. ഇനിയും ക്ലാസ്സസ് ഇടാനുള്ള ഒരു ഊർജ്ജം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും കാണുന്നത് പരിഗണിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ഓപ്ഷനിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി എഡിറ്റിംഗ് ഡേറ്റ് മറന്നു പോകാൻ പാടില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ തന്നെ എഡിറ്റിംഗ് ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ അപ്ലിക്കേഷൻ എന്നാണോ കഴിയുന്നത് അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നത് മറന്നു പോകാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. നമ്മൾ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് ഒക്കെ തരുന്നുണ്ട്, അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ലൈവ് ക്ലാസ്സസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ലൈവ് ക്ലാസ്സസിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.